ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ഫോട്ടോകൾ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഗാലറിയിലുള്ള നമ്മുടെ ഫോട്ടോകൾ ക്വാളിറ്റി ഇല്ല, ബ്ലറാണ്, കാണാൻ മൊഞ്ചില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഇത്തരം ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോകളെ നമുക്ക് എങ്ങനെ നല്ല ക്വാളിറ്റിയിൽ മൊഞ്ചാക്കി എഡിറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത മൊഞ്ചില്ലാത്ത ഫോട്ടോയെ എങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ മൊഞ്ചാക്കി എഡിറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് പിക്മ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ഡെമോ കാര്യങ്ങളൊക്കെ കാണിക്കും. അതിവിടെ താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ ട്രൈ നൗ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ട്രൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇങ്ങനൊരു ഭാഗം ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പ്രോ വെർഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മുകളിൽ ഒരു ക്ലോസ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ഇതേപോലൊരു ഇൻ്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇവിടെ സ്കാൻ ആൽബം രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ സ്കാൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായി ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലിവിടെ കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ഫോട്ടോകൾ നല്ല ക്വാളിറ്റി ഇല്ല, മൊഞ്ചില്ല എന്നുണ്ടെങ്കിലൊക്കെ അത്തരം ഫോട്ടോകളെ ഇവിടെ സ്കാനിങ് ടിപ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ മൊഞ്ചുള്ള ഫോട്ടോ ആയി എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിലിവിടെ ആൽബം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ഫോൺ ഗാലറിയിലുള്ള ഏതെങ്കിലും ക്വാളിറ്റി ഇല്ലാത്ത മൊഞ്ചില്ലാത്ത ഫോട്ടോകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പം എൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇതേപോലെ നമ്മുടെ ഫോൺ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കുക. അന്നേരം ആ ഫോട്ടോ ഇതേപോലെ ഈ ആപ്ലിക്കേഷനിൽ ആഡ് ആവും. ഇതിലിവിടെ ഈ ഒരു ഫോട്ടോ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഫോട്ടോ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ഒരു ബ്ലറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു മൊഞ്ചൊന്നുമില്ല കാണാൻ. അപ്പോൾ ഈ ഒരു ഫോട്ടോ നല്ല ക്വാളിറ്റിയിൽ മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഇതിലിവിടെ താഴെ എൻഹാൻസ് എന്ന് പറയുന്ന ടൂൾ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം സൈഡിലൊരു റൈറ്റ് ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഒരു പോപ്പപ്പ് വിൻഡോയിൽ രണ്ട് ബട്ടൺസ് കാണാം, അതിൽ റിമൂവ് ആഡ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനായി നമ്മളിവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. അതിനായിട്ട് ഇവിടെ കാണുന്ന വാച്ച് ആഡ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് വാച്ച് ആഡ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പരസ്യം വരത്തില്ല, പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ പരസ്യം വരും. പരസ്യം എന്നത് ക്ലോസ് ചെയ്താൽ പോകും. പിന്നെ ക്രിയേറ്റീവ് ടാസ്ക് ആയിട്ട് AI വർക്കിംഗ് ആയിട്ട് ഇവിടെ ഇതേപോലെ നല്ലൊരു ബെറ്റർ റിസൾട്ട് നമുക്ക് ലഭിക്കും. അങ്ങനെ ഈ ഒരു ഫോട്ടോയിൽ ഇവിടെ ഒരു വര കിട്ടും. ഇത് ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിലെ ബിഫോറും ആഫ്റ്ററും എന്താണ് മാറ്റം വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് മുമ്പ് ഈ ഫോട്ടോയിൽ ബ്ലർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്വാളിറ്റി കുറവുണ്ടായിരുന്നു, മൊഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല മൊഞ്ചും ഉണ്ട് കാണാൻ. അതോടൊപ്പം ഈ ഫോട്ടോ ഇവിടെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി കാണാൻ സാധിക്കും. ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത മൊഞ്ചില്ലാത്ത ഫോട്ടോ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ മൊഞ്ചാക്കി എഡിറ്റ് ചെയ്തെടുക്കാം. പിന്നെ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷനിൽ ആൽബം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോൺ ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇതിലിവിടെ താഴെ കാണുന്ന എൻഹാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിൽ വരുന്ന ആ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പോപ്പിൽ താഴെ വാച്ച് ആഡ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ഒരു പരസ്യം വരും. ഇങ്ങനെ പരസ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ പരസ്യത്തിൻ്റെ മുകളിൽ ഒരു ക്ലോസ് ബട്ടൺ കാണും. ആ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പരസ്യം ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ആ ഒരു പരസ്യം ഇവിടെ ഒഴിവായി പോകുന്നതാണ്. അന്നേരം ഇതിൽ ക്രിയേറ്റ് ടാസ്ക് AI വർക്കിംഗ് ആയിട്ട് ഇതേപോലെ നല്ലൊരു ബെറ്റർ റിസൾട്ട് നമുക്ക് ലഭിക്കും. അതായത് ക്വാളിറ്റി ഇല്ലാത്ത നമ്മുടെ ഫോട്ടോ നല്ല ക്വാളിറ്റിയിൽ നല്ല മൊഞ്ചായിട്ട് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് ലഭിക്കും. കൂടാതെ ഇതിലിവിടെ താഴെ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന ഭാഗത്ത് ഇവിടെ നമ്മുടെ ഫോട്ടോയുടെ കുറച്ചും കൂടി ക്വാളിറ്റി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ക്ലാരിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണുന്ന ആ വര ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ക്ലാരിറ്റി കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, വാംത്ത്, സാച്ചുറേഷൻ ഇങ്ങനെ തുടങ്ങിയ ഓപ്ഷനൊക്കെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്കത് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഫോട്ടോയിൽ ഇവിടെ കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്. AI അൺക്രോപ്പ്, എൻഹാൻസ് പ്രോ, റീസ്റ്റോർ, കളർ മാസ്റ്റർ, ഡിസ്ക്രാച്ച്, കാർട്ടൂൺ സ്റ്റൈൽ, ആനിമേറ്റ്, കാർട്ടൂൺ ബോക്സ് എന്നിങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിമനോഹരമായിട്ട് നമ്മുടെ ഫോട്ടോകൾ എഡിറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ മൊഞ്ചാക്കി എടുക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ മൊത്തം AI ടെക്നോളജിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ മൊഞ്ചാക്കി എഡിറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലിവിടെ മുകളിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരം പോപ്പായിട്ട് താഴെ ഒരു സേവ് ബട്ടൺ വരും. ആ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് ഇതുപോലെ പരസ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ പരസ്യത്തിന്റെ മുകളിൽ അവിടെ ഒരു ക്ലോസ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ പരസ്യം ക്ലോസ് ചെയ്യുക. അപ്പോൾ അത് പോയിക്കോളും. എന്നിട്ട് ഇങ്ങനെ ഒരു ഭാഗം വരും, ഇവിടെ മുകളിൽ ഡൺ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മൾ നല്ല ക്വാളിറ്റിയിൽ മൊഞ്ചാക്കി എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ ഇവിടെ നമ്മുടെ ഫോൺ ഗാലറിയിൽ സേവ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ ഈ ഫോട്ടോ ഷെയർ ചെയ്യാനും സാധിക്കും. ഇനി ഇവിടുന്ന് ഈ ആപ്ലിക്കേഷൻ ബാക്ക് അടിച്ചിട്ട് എക്സിറ്റ് ചെയ്ത് വന്നതിന് ശേഷം
നമ്മുടെ മൊബൈൽ ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളത് സൂം ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഫോട്ടോയുടെ ക്വാളിറ്റിയും ആ ഒരു ഫോട്ടോ എത്രത്തോളം മൊഞ്ചായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല ക്വാളിറ്റിയിൽ നല്ല മൊഞ്ചായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എടുത്ത ഫോട്ടോകളോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഗാലറിയിലുള്ള ഫോട്ടോകളോ ക്വാളിറ്റി ഇല്ല, ബ്ലറാണ്, മൊഞ്ചൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ അത്തരം ഫോട്ടോകൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ മൊഞ്ചാക്കി എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.